ഞങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് തന്നെ തരണമെന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. പക്ഷേ എല്ലാവരെക്കാളും കൂടുതൽ വിഷമിക്കുന്നത് നംജൂണിയായിരിക്കും. ഈ ആൽബത്തിനായി ഒരുപാട് പേര് കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളും. 7 പേരും ഒന്നിച്ചുള്ള സ്റ്റേജ് പെർഫോമൻസ് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നംജൂണിന് ഇത് വലിയൊരു വിഷമായിരിക്കും. ഇത് ഇന്നലെയായിരുന്നു സംഭവിച്ചത്. എനിക്കും നല്ല വിഷമമുണ്ട്. നീ തമാശ പറയായിരിക്കുന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. നിനക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉളുക്ക് പറ്റാറുള്ളതാണല്ലോ. പക്ഷേ ഇത്തവണ ഇത് കുറച്ച് സീരിയസ് ആയി. ഒരിക്കലും ഉളുക്ക് പറ്റിയാൽ പിന്നെ അത് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. നംജൂണിയുടെ ഡാൻസ് ഇത്തവണ ഒരുപാട് മെച്ചപ്പെട്ടിരുന്നു. അതുകൊണ്ട് കൂടുതൽ പരിക്കേൽക്കുന്നതിനേക്കാൾ നല്ലത് വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതാണ്. ഗോയാങ് കൺസേർട്ട് ആകുമ്പോഴേക്കും ഇത് ഭേദമാവുമായിരിക്കും. നംജൂണിന് ഇത്തവണ ഒരുപാട് നല്ല ഭാഗങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വലിയൊരു കഷ്ടമായിപ്പോയി. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കൂ. എന്തായാലും ഇക്കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി. ഇനി നമുക്ക് നമ്മുടെ ആൽബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ആകാംക്ഷയായിരുന്നല്ലോ. ആദ്യമായി ഈ പേര് കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ വന്നിരുന്നു. ശരിക്കും ഇത് ഓക്കെ ആകുമോ എന്ന് ഞങ്ങൾ സംശയിച്ചു. കാരണം ഓരോ കൊറിയക്കാരും ചെറുപ്പം മുതലേ കേട്ട് വളരുന്ന അത്രയേറെ അർത്ഥമുള്ള ഒരു നാടൻ പാട്ടാണല്ലോ ആരിരാങ്. അതുകൊണ്ട് തന്നെ ആ വാക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു. അമേരിക്കയിൽ വെച്ചാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് പുറത്തു വരും. ഞങ്ങളെല്ലാവരും തമ്മിലുള്ള സാമ്യം എന്താണെന്നും ഞങ്ങളെ ഒന്നിപ്പിക്കുന്നത് എന്താണെന്നും ഞങ്ങൾ അന്ന് ചിന്തിച്ചു. അവസാനം ഞങ്ങളൊരു കാര്യത്തിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ 7 പേരും കൊറിയക്കാരാണ് എന്നതാണല്ലോ സത്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ വാക്ക് ഒരു കീവേഡായി ഉപയോഗിക്കുന്നത്. പിന്നീട് ഡോമിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ്. ബങ്തൻ ശൈലി എന്നാൽ ശരിക്കും എന്താണ്? ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുള്ള ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും കൊറിയക്കാരായതുകൊണ്ട് ആ ഒരു തനിമ ഞങ്ങളുടെ പാട്ടിലും വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ വാക്കിന് തന്നെ വലിയൊരു അർത്ഥമുണ്ട്. സ്നേഹം നിറഞ്ഞ എന്നാൽ അല്പം ഗൗരവമുള്ള ഒന്നാണത്. അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത്രമാത്രം സ്നേഹം തുളുമ്പുന്ന ഒരു പാട്ടായതുകൊണ്ടാണ് ഞങ്ങൾ വാട്ട് ഈസ് യുവർ ലവ് സോങ് എന്ന ക്യാമ്പയിൻ തന്നെ നടത്തിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരിരാങ് എന്ന തീമും ആൽബത്തിന് ആ പേര് നൽകിയതും ഒരു നല്ല തീരുമാനമായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സും പറഞ്ഞത് ഈ ടൈറ്റിൽ അടിപൊളിയാണ് എന്നാണ്. കേട്ടവരൊക്കെ ഇപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, ഇത് നല്ലൊരു സെലക്ഷനാണെന്ന്. അതൊരു വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ബോൾഡായ ഞങ്ങളുടെ ആ ഒരു തനിമ ഒട്ടും ചോരാത്ത തീരുമാനമായിരുന്നു. തുടക്കത്തിൽ എല്ലാവരെയും പോലെ ഞങ്ങളും ഒന്ന് അമ്പരന്ന് പോയിരുന്നു എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരോടുള്ള അടങ്ങാത്ത ആഗ്രഹവും അതുപോലെ തന്നെ ഉള്ളിലെ സങ്കടവുമൊക്കെ ഈ വാക്കിലുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊറിയക്കാരായതുകൊണ്ടും ഈ ഫീൽ പറയാൻ ഇതിലും നല്ലൊരു പേര് വേറെ ഇല്ല എന്നും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ലോകമെമ്പാടും ഞങ്ങൾക്ക് ഒരുപാട് ആർമീസ് ഉണ്ടല്ലോ. അപ്പോൾ അവരെന്തായാലും എന്താണ് ആരിരാങ് എന്ന് തിരഞ്ഞു നോക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങളിത് തിരഞ്ഞെടുത്തത്. ആൽബത്തെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾ ഈ പാട്ട് തന്നെ ആയിരിക്കും പാടാൻ പോകുന്നതെന്നാണ് കരുതിയത്. 우리의 타이틀이 아리랑 아리랑 이거겠구나 싶어가지고. അതെന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു. ഇതിലെ ബോഡി ടു ബോഡി എന്ന പാട്ട് ഒരു പുതിയ വെർഷൻ ആയിട്ടാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നു. ഏകദേശം 6ഓളം മീറ്റിങ്ങുകൾ. നമ്മുടെ ഒന്നാമത്തെ ട്രാക്കായ ബോഡി ടു ബോഡി ശരിക്കും അടിപൊളിയാണ്. ആ പഴയ ഹാൻഡ് ഇൻ ഹാൻഡ് പോലെ അതിൻ്റെ ഒരു 2026 വെർഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇനി ഓരോ പാട്ടുകളെക്കുറിച്ചും നമുക്ക് വിശദമായി സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ആൽബം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്നതാണിത്. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം ശരിക്കും തോന്നുന്നത്. നമ്മളൊരു ഗ്യാപ്പ് എടുത്ത സമയത്ത് ലോകം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഒപ്പം ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളും വന്നു. സാധാരണയായി ഒരാളൊരു വലിയ ബ്രേക്ക് എടുത്താൽ പിന്നീട് അവർ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു പോകാറാണല്ലോ പതിവ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ വേരുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഒപ്പം പുതിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുറച്ചധികം ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പലതരം സ്റ്റൈലുകളും മ്യൂസിക് വീഡിയോകളും ഒക്കെയാണ്. പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഞാനിതൊക്കെ കണ്ട് കുറേയൊക്കെ പഠിച്ചു. അത് ശരിയാ, നീ പട്ടാളത്തിൽ ഒരുപാട് മ്യൂസിക് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇൻസ്പിറേഷൻ വെച്ചാണ് US പോയതും.
നമുക്കിനി ആ എപ്പിസോഡുകളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാലോ? ആ, അത് നല്ല രസമായിരുന്നു. ശരിക്കും അതൊരു പ്രയാസമുള്ള കാര്യമായിരുന്നാലും ആ ഒരു പ്രോസസ്സ് ശരിക്കും നല്ല രസമായിരുന്നു. നമ്മൾ വീണ്ടും ആ പഴയ ഡോമിലേക്ക് തിരിച്ചെത്തിയ പോലെയാണ് തോന്നിയത്. ആദ്യത്തെ ആഴ്ചയിലെ ജിൻ അവിടെ ഇല്ലായിരുന്നു, ഹോബിയും. ഞാൻ പാരീസിലായിരുന്നു. ജിമിനും ജങ്കുക്കും ഷുഗയും പിന്നെ ഞാനുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജിമിനാണെങ്കിൽ റൂമിൽ തന്നെയായിരുന്നു, അവൻ പുറത്തോട്ടേ ഇറങ്ങില്ല. ജങ്കൂക്കിനായിരുന്നു ഒടുക്കത്തെ നാണം. ഫുഡ് കഴിക്കാൻ മാത്രമായിരുന്നു അവൻ പുറത്തിറങ്ങിയിരുന്നത്. അവൻ ആ പഴയ 15 വയസ്സുള്ള കുട്ടീനെ പോലെയായിരുന്നു അന്ന് അവിടെ പെരുമാറിയിരുന്നത്. സത്യത്തിൽ എനിക്കും നാണായിരുന്നു. നെംജൂണി ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് സംസാരിക്കെങ്കിലും ആർക്കായാലും ഒരു നാണൊക്കെ തോന്നും. എനിക്കും നാണായിരുന്നു, പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത്. ജങ്കുക്കിന് നല്ല ടാലൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ അവൻ ഇതിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാനാണ് അവനെ ഉന്തിത്തള്ളി വിട്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണായിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. അതെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നീ നല്ല ഫോമിലായിരുന്നു. ഫുൾ എനർജിയിൽ പാട്ടിൻ്റെ ബീറ്റ്സൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്തു. ഈ ആൽബത്തിൽ അവന് വലിയൊരു റോളുണ്ട്. ഇനി നമുക്ക് ഓരോ പാട്ടിനെ കുറിച്ചും സംസാരിച്ചാലോ? ഞങ്ങൾ എപ്പോഴാണ് ഇത് കേട്ടത് എന്നല്ലേ പറയാം. ഈ ആൽബത്തിൻ്റെ പണി തുടങ്ങിയത് മുതൽ കൊറിയയിൽ എത്തിയ ശേഷവും ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ശരിക്കും ഇതിലെ പാട്ടുകൾ എഴുതിയത് US വെച്ചാണ്. പക്ഷേ കൊറിയയിൽ വന്ന ശേഷവും ഞങ്ങൾ അതിൻ്റെ പണി തുടർന്നു. ആൽബത്തിൻ്റെ പകുതിയിലധികം ഭാഗവും ഞാൻ കൊറിയയിൽ വെച്ചാണ് കേട്ടു തീർത്തത്. ശരി, നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കടക്കാം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രി മുഴുവൻ സംസാരിക്കാനുണ്ടാകും. നമ്മുടെ ഒന്നാമത്തെ ട്രാക്ക് ബോഡി ടു ബോഡി ഒരു പവർഫുൾ പാട്ടാണ്. കേട്ടവരൊക്കെ പറയുന്നത് ഇതൊരു ഗംഭീര തുടക്കമായിരിക്കും എന്നാണ്. സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്ക് ആരിരാങ് എന്ന പേരിനോട് ആദ്യം ചെറിയൊരു വിയോജിപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ സ്വന്തം ആൽബങ്ങളിൽ ഞാൻ മുമ്പ് ഗൂഗക്ക് പരീക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഹോബിയും ഞാനും ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഉറച്ചു നിന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡോക്യുമെൻ്ററിയിൽ വരുന്നുണ്ട്. അതിൽ നല്ല രസമുള്ള കുറേ ഭാഗങ്ങളുണ്ട്. ഞാനത് കണ്ടതാണ്. അയ്യോ, ഞാനിതെന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയണത്? കൂടുതൽ പറഞ്ഞാൽ അതൊരു സ്പോയിലറായി പോകും. ഈ പാട്ട് ശരിക്കും ഹാൻഡ് ഇൻ ഹാൻഡിൻ്റെ ഒരു 2026 വെർഷൻ പോലെയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. എത്ര കേട്ടാലും മതി വരില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരെണ്ണം. ആൽബം തുടങ്ങുന്നത് തന്നെ ഈ പാട്ടിലൂടെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഫീല് വരും. ആരിരാങ് എന്ന ആ ഒരു നാടൻ ടച്ചിനോടൊപ്പം പോപ്പും ഹിപ്പ് ഹോപ്പും കൂട്ടിച്ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേസ്ട്രിയിൽ കിംചി വച്ചാൽ എങ്ങനെയിരിക്കും? അതല്ലെങ്കിൽ കിംചിയും പിസയും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് പോലെ. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുമെങ്കിലും സംഗതി ഒന്നിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും ഒരു സ്പോയിലറാണ് കേട്ടോ. ഓഡിയൻസിനൊപ്പം ചേർന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു പാട്ടാണിത്. നമ്മുടെ വിദേശത്തുള്ള ആരാധകരൊക്കെ ഇത് ഏറ്റുപാടുകയാണെങ്കിൽ അത് കാണാൻ നല്ല രസമായിരിക്കും. വരികൾ ഓർത്തിരിക്കാനും കൂടെ പാടാനും ഒക്കെ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇത് ശീലാകും. ഒരു ഷോയുടെ ഓപ്പണിങ്ങിനും എൻഡിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഒന്നാന്തരം പാട്ട്. ഒരുപാട് മെമ്പേഴ്സിന് ഈ പാട്ട് പെർഫോം ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ ഇത് ശരിയാകുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പിന്നെ കേട്ട് വന്നപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി. ഇപ്പോൾ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി. സംഭവം കൊള്ളാം. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുപാട് കേട്ട് വളർന്നതാണ് ആരിരാങ്. ഇതുപോലെ ഇതിൻ്റെ ഒരുപാട് റീമിക്സുകൾ മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ എനിക്ക് അത്ര താല്പര്യം ഇല്ലാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളിത് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് ഈ പാട്ട് സാമ്പിളായി ഉപയോഗിക്കാറുണ്ട്. നമ്മളും ഇത് ചെയ്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. 다음 곡을 한번 들어볼까요? Damn. 홀리겐. 홀리겐. 야, 근데 이거 작업할 US എത്തിയപ്പോൾ തന്നെ ജങ്കുക്ക് ഈ പാട്ടിൻ്റെ പണി തുടങ്ങിയിരുന്നു. ഞങ്ങൾ ആ പാട്ടുണ്ടാക്കിയ റൂം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജങ്കുക്ക് എനിക്കത് കേൾപ്പിച്ചു തന്നു. എന്നിട്ട് ചോദിച്ചു, നീ ഇതിൻ്റെ കോറസ് എഴുതിയോന്ന്. ശരിക്കും ആ പാട്ടിൻ്റെ ഫുൾ കൺട്രോൾ ജങ്കുക്കിനായിരുന്നു. പിന്നെ ഒരു രസമുള്ള കാര്യമുണ്ട്. ഈ പാട്ടിൻ്റെ പേരെങ്ങനെയാണ് വന്നതെന്നറിയോ? എനിക്കറിയില്ല ഞാൻ എന്തിനാണ് അങ്ങനെ അത് ആലോചിച്ചതെന്ന്. നീ ഇന്നലെ ഫുട്ബോൾ കളി കണ്ടിരുന്നോന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്ങനെയോ ആ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ വന്നു. അത് ഈ ആൽബത്തിൻ്റെ ടൈറ്റിലായി മാറുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഈ പാട്ടിൻ്റെ ജനനം അങ്ങനെയായിരുന്നു. പിന്നീട് ഇതിൻ്റെ മെലഡിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. ഓരോ ട്രാക്കും കേൾക്കുമ്പോഴും നമ്മുടെ പ്രൊഡ്യൂസർ വല്ലാത്തൊരു വെറൈറ്റി സ്റ്റൈലിലാണ് ബീറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് തോന്നും. ഞങ്ങളും ഒരുപാട് ഐഡിയാസ് പറഞ്ഞിരുന്നു.
സ്വന്തമായി പാട്ടുകൾ ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ടാബ്ലറ്റിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഗെയിമും ഈ പാട്ടും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഈ പാട്ടിൽ ആ ഗെയിം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ജങ്കുക്ക് ഈ പാട്ടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊരു വെറൈറ്റി കൺസെപ്റ്റ് തന്നെയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ നല്ല രസമായിരുന്നു. 되게 재밌었어. 네. 네, 아우. 이상무. 이상무. 자, 다음 다음 곡 넘어갈까요? 앨리스. Aliens. ഈ പാട്ടിന് വേണ്ടി ആരൊക്കെയാണ് വർക്ക് ചെയ്തത്? ഹോബിയും ഞാനും ജങ്കുക്കും പിന്നെ വിയും അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പാട്ടിന് തുടക്കത്തിൽ ഒരു കൃത്യമായ രൂപമൊന്നും ഇല്ലായിരുന്നു. ഇതിനാദ്യം ഞങ്ങളിട്ട പേര് എൻലെസ് എന്നായിരുന്നു. പക്ഷേ കേട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു ഏലിയൻ ടൈപ്പ് ഫീല്. അതുകൊണ്ട് ഞങ്ങൾ ആ പേരങ്ങ് മാറ്റി. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ കൊറിയൻ മീഡിയയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. K-pop ഡീമൺ ഹണ്ടേഴ്സ്, സ്ക്വിഡ് ഗെയിം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഒരുപാട് ഐഡിയാസ് കിട്ടി. കൊറിയൻ ഭക്ഷണത്തിനിപ്പോൾ ലോകം മുഴുവൻ വലിയ ഫാൻസ് ആണല്ലോ. മുമ്പൊക്കെ ആളുകൾ ചോദിക്കായിരുന്നു, നിങ്ങൾ സൗത്ത് കൊറിയയിൽ നിന്നാണോ അതോ നോർത്ത് കൊറിയയിൽ നിന്നാണോ എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ ആർക്കും അങ്ങനെ ഒരു സംശയമില്ല. ജങ്കുക്കിൻ്റെ ഒരു കാര്യം പറയട്ടെ, അവൻ ഈ ഇടയ്ക്ക് കരഞ്ഞുപോയി. എപ്പോഴാണെന്നോ, K-pop ഡീമൺ ഹണ്ടേഴ്സ് കണ്ടിരുന്നപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടർ മരിച്ചപ്പോൾ അവന് സഹിക്കാൻ പറ്റിയില്ല. നിനക്ക് ശരിക്കും സങ്കടമായോ എന്ന് ചോദിച്ചപ്പോൾ അവന് അതേന്ന്. ഈ പാട്ടിൻ്റെ വരികൾ ശരിക്കും ഗംഭീരാണ്. നംജൂണെ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നത് ഒരാൾക്ക് മാത്രമാണ്. എങ്കിലും ലോകമെമ്പാടുള്ള ആളുകൾ ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിൽ വലിയ സന്തോഷം. ഞങ്ങളുടെ ഇംഗ്ലീഷ് അത്ര മെച്ചമൊന്നുമല്ല, എങ്കിലും നംജൂണ് ഇടയ്ക്കിടെ പറയും, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേന്ന്. എനിക്കും ഇടയ്ക്കൊക്കെ തമാശയായി ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാനാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ മുന്നിൽ നിൽക്കുന്നത്. അവനിപ്പോൾ പഴയ പോലെ ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. എത്ര പ്രാക്ടീസ് ചെയ്താലും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇത്തിരി പ്രയാസം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാവും. നംജൂൺ ഇടയ്ക്ക് തമാശകളൊക്കെ പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരുമ്പോഴാണ് അവന് ശരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. എന്തായാലും നംജൂണിന് നന്ദി. 신발은 벗어놔. 신발을 벗었어요. 그래서. 자, 자, 다음 다음 곡. 노래 한번 해봅시다.